ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കണമെന്ന ആവശ്യം ലീഗ് UDF-ൽ ഉന്നയിക്കില്ലെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കണമെന്നുള്ള ആവശ്യമൊന്നും ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ UDF-ലെ വിവാദങ്ങൾക്ക് കൃത്യമായ പരിഹാരമുണ്ടാകണം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഇ.ടി. പറഞ്ഞു. ഈ അവസ്ഥ തുടരാൻ ഒക്കില്ല. കാരണം ഒരു ഭരണ മുന്നണിക്കെതിരായി ഒരു പ്രതിപക്ഷമല്ല, ഭരണമുന്നണിക്ക് അകത്തുനിന്നുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ വളരെ ഗൗരവമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. ശത്രുവിൻ്റെ കയ്യിൽ ആയുധം കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതേസമയം ബാലകൃഷ്ണപിള്ളയെ താക്കീത് ചെയ്യണമെന്ന UDF യോഗത്തിൽ ആവശ്യപ്പെടുമെന്ന് ജോണി നെല്ലൂർ അറിയിച്ചു. PC ജോർജിന്റെ പ്രസ്താവനകളുടെ ഗൗരവം മാണി ഗ്രൂപ്പിനെ ബോധ്യപ്പെടുത്തും. മേലാൽ ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവനയോ മുന്നണിയുടെ മര്യാദകളുടെ ലംഘനമോ ഉണ്ടാകരുത് എന്ന് കർശനമായി അദ്ദേഹത്തിന് ഒരു താക്കീത് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു അവസരം കൂടി കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ജോർജിന്റെ പ്രസ്താവനയെ ഗൗരവതരത്തിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ആ ഗൗരവം കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളെ ഇന്ന് ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നടപടി എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ് എമ്മാണ്. തന്നെ ഇന്ന് ഉപദ്രവിക്കരുതെന്നും നാളെയെല്ലാം പറയാമെന്നും ആർ ബാലകൃഷ്ണപിള്ള മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു. ഇതിനിടെ താക്കീതുകൾക്ക് വഴങ്ങുന്നവനല്ല താനെന്ന് വ്യക്തമാക്കി PC ജോർജും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.